നമസ്കാരം. ധനുസ് പി എസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്യൂൺ, വാച്ച്മാൻ, ലാസ്റ്റ് ഇയർ 7 തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസറൊക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് മാത്രമടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമടങ്ങിയ വീഡിയോ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 62/25 ക്വസ്റ്റ്യൻസ് നോക്കാം. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരായിരുന്നു? 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ആർ വെങ്കിട്ടരമണി. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ആർ വെങ്കിട്ടരമണി. അടുത്ത ചോദ്യം, 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ജ്ഞാനേഷ് കുമാർ. ഓപ്ഷൻ എ, ജ്ഞാനേഷ് കുമാർ. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ജ്ഞാനേഷ് കുമാർ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് ഏതായിരുന്നു? ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പാക്കുന്നതിന് വേണ്ടി 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് ഏതാണ്? നിർത്തലാക്കിയത് എന്താണ്? ആൻസർ ബഹുമതികളാണ്. ബഹുമതികൾ അല്ലെങ്കിൽ പദവികളാണ് നിർത്തലാക്കിയത്. 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് ഏതായിരുന്നു? ബഹുമതികൾ അല്ലെങ്കിൽ പദവികളാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നുമാണ് കടം കൊണ്ടത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നുമാണ് കടം കൊണ്ടേക്കുന്നത്? മൗലിക അവകാശങ്ങൾ കടം കൊണ്ടുള്ളത് US ഭരണഘടനയിൽ നിന്നുമാണ്. മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത് US ഭരണഘടനയിൽ നിന്നും ആയിരുന്നു. മൗലിക അവകാശങ്ങൾ US. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ 51A. ഓപ്ഷൻ ഡി 51A. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ 51A ഉള്ളത്. അടുത്ത ചോദ്യം, അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്? അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 7ാം പട്ടികയിലാണ്. ആൻസർ 7ാം പട്ടിക. 7ാം പട്ടികയിലാണ് യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ എന്ന് പറയുന്ന ഭരണഘടനയുടെ ഭാഗങ്ങൾ വരിക. 7ാം പട്ടികയിലാണ് വരിക. 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ്, കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. നെക്സ്റ്റ് ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് സിന്ധു നദി. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82 ഡിഗ്രി 30 മിനിറ്റ്. 82.5 വരുന്നുണ്ട്. 82 ഡിഗ്രി 30 മിനിറ്റ്. 82.5 എന്ന് വരുന്നുണ്ട്. 82 ഡിഗ്രി 30 മിനിറ്റ്. തമ്മിൽ ഭേദമുള്ളത് നമ്മളത് മാർക്ക് ചെയ്ത് വെക്കും. നെക്സ്റ്റ് ചോദ്യം, 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ആൻസർ അലഹബാദ് മുതൽ നൈനി വരെ. നൈനി വരെയാണ്
1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് പറവൂർ. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് പറവൂർ. ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ വി മുരളീധരൻ. ശ്രീ വി മുരളീധരൻ ആണ്. ശ്രീ വി മുരളീധരൻ ആണ്. ഒരു മിനിറ്റ്, ശ്രീ കെ മുരളീധരനാണ് കേട്ടോ, എനിക്ക് തെറ്റി. മുരളീധരൻ കണ്ടപ്പോൾ വേഗം പറഞ്ഞു ശ്രീ കെ മുരളീധരനാണ്. ശ്രീ കെ മുരളീധരനാണ് കേട്ടോ, തെറ്റിക്കാൻ വേണ്ടി കൊടുത്തേക്കാണ് അവർ. ശ്രീ കെ മുരളീധരനാണ് ആൻസർ. ഓക്കെ, ശ്രീ കെ മുരളീധരനാണ് ആൻസർ. നെക്സ്റ്റ്, മുഖ്യമന്ത്രി വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ്? ഏത് മണ്ഡലമാണ്? പറവൂർ മണ്ഡലം. പറവൂർ മണ്ഡലം. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തേതാണ് ഉൾപ്പെടാത്തത്, ബാക്കിയെല്ലാം ഇടുക്കിയിൽ വരുന്ന സാധനങ്ങൾ അല്ലേ. ചീയപ്പാറ, തൊമ്മൻകുഞ്ഞ്, തൂവാനം, വളഞ്ചാനം, ന്യായംകോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടമാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണെന്നാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ എല്ലാം എന്താണ്? 100 മീറ്ററിൽ കൂടുതലുള്ള നദികളാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ആൻസർ 1ഉം 4ഉമാണ്. കെ ആൻ്റണിയും അതുപോലെ വി കെ കൃഷ്ണമേനോനും. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി എ കെ ആൻ്റണിയും വി കെ കൃഷ്ണമേനോനും. നെക്സ്റ്റ് ചോദ്യം, നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ നിലമ്പൂർ ഗൂഡല്ലൂർ മേഖലകളെ ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരമാണ് നിലമ്പൂർ ഗൂഡല്ലൂർ മേഖലയെ ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ്, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ് ബന്ധപ്പെട്ടിരിക്കുന്നു. സർക്കസാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ദേശീയോദ്യാനങ്ങളിൽ ബന്ധപ്പെട്ട പ്രസ്താവന. ദേശീയോദ്യാനം ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം 4ഉം പ്രസ്താവന ശരിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? എ കെ ബാലസുബ്രഹ്മണ്യൻ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനാണ് ആര്? എ കെ ബാലസുബ്രഹ്മണ്യൻ. മലയാളി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും ഇനിയും പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. എ കെ ബാലസുബ്രഹ്മണ്യൻ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാൻ എ കെ ബാലസുബ്രഹ്മണ്യൻ. പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? ആൻസർ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ചോദ്യം, കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 1998 മെയ് 17 കുടുംബശ്രീ
ഔദ്യോഗികമായി ആരംഭിച്ചത്? നെക്സ്റ്റ് ചോദ്യം, കടൽ തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല? ആൻസർ കൊല്ലം ജില്ല. ആൻസർ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയാണ്. ഒരു മിനിറ്റ്. പണിപ്പാട്. കടൽ തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ കൊല്ലം ജില്ല. സോറി ഫോർ ദാറ്റ്. കൊല്ലം ജില്ല. പിന്നെ ഓക്കെ. നെക്സ്റ്റ് അടുത്തത് ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിൻറ്റിങ് ഏതാണ്? വിഖ്യാതമായ പെയിൻറ്റിങ്ങിൻ്റെ പേരാണ് യശോദയും കൃഷ്ണനും. യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പേരെന്താണ്? അയ്യങ്കാളി. നെക്സ്റ്റ് ചോദ്യം, ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ്? ആൻസർ 1792 മാർച്ച് 18. ഓപ്ഷൻ സി 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം സന്ധി. നെക്സ്റ്റ് ചോദ്യം, തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പേരെന്താണ്? ആൻസർ വൈകുണ്ഠ സ്വാമികൾ. കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠ സ്വാമികൾ. കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠ സ്വാമികളാണ്. നെക്സ്റ്റ് ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ അമർത്യ സെൻ. ആൻസർ അമർത്യ സെൻ. അമർത്യ സെൻ ആണ് ആൻസർ. ഓപ്ഷൻ സി അമർത്യ സെൻ. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്ക പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരുടെയാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരുടെയാണ്? നോക്കാം. പൊയ്കയിൽ യോഹന്നാൻ അല്ലേ? പൊയ്കയിൽ യോഹന്നാൻ. നെക്സ്റ്റ്, ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. അരയ സമാജം KP കറുപ്പൻ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാൻ. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. അരയ സമാജം KP കറുപ്പൻ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് ചോദ്യം, 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? KG ശങ്കരപ്പിള്ളയാണ്. KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ ശങ്കരപ്പിള്ള, KG ശങ്കരപ്പിള്ള. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പേരാണ്, റവന്യൂവിൻ്റെ പേരാണ് AP അനിൽകുമാർ അല്ലേ? അനിൽ. ഇപ്പം ന്യായും റവന്യൂ വെച്ച് കോഡിങ് ചെയ്യണം. AP നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡിങ് ചെയ്യാം, ഞാൻ അങ്ങനെ പഠിച്ചു. AP അനിൽകുമാറാണ് റവന്യൂ വകുപ്പ് എന്ന് പറയും അല്ലേ? അനൂപ് ജേക്കബ് എന്ന് പറയുമ്പോൾ അത് ഭക്ഷ്യവകുപ്പാണ് അനിൽ ജേക്കബ്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? ആൻസർ മമ്മൂട്ടിക്കാണ് ഡീലിറ്റ് ബിരുദം. ലഹരിക്കെതിരെ പോരാടുവാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നടപ്പിലാക്കിയ നൂതന പരിപാടി. രമേശ് ചെന്നിത്തല അല്ലേ? ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ പുതിയ പരിപാടി, നൂതന പരിപാടി ഏതായിരുന്നു? നൂതന പരിപാടിയുടെ പേരാണ് ഏത്? ഓപ്പറേഷൻ തൂഫാൻ അല്ലേ? പേപ്പറിൽ കാണാം ഓപ്പറേഷൻ തൂഫാൻ പ്രകാരം എല്ലാവരും പൊക്കുന്നു എന്ന് കാണാം. ഓപ്പറേഷൻ തൂഫാൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം ഏതാണ്? ആൻസർ 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 IT ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. നെക്സ്റ്റ് ചോദ്യം, സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കായിക ഇനമാണ്? സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി ഫുട്ബോളാണ്. നെക്സ്റ്റ് ചോദ്യം, ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ റിസർവ് വനം ഉണ്ടോ? ഉണ്ട്. ഇതെവിടെയാണ്? വീയപുരം. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനമാണ് വീയപുരം. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ്റെ പേരാണ് ഡോക്ടർ വി നാരായണൻ. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.